അല്ലാഹു നൽകിയ ജീവിതത്തെ നീ വെറുതെ വിടല്ലേ. അല്ലാഹു നൽകിയ ജീവിതത്തിലെ സമയങ്ങൾ നീ വെറുതെയാക്കല്ല മനുഷ്യ, വെറുതെയാക്കല്ല മനുഷ്യ. അല്ലാഹു നന്മ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നന്മ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ദുനിയാവിനോടുള്ള പ്രേമം നമ്മൾ ഒഴിവാക്കണം, ദുനിയാവിനോടുള്ള സ്നേഹം നമ്മൾ ഒഴിവാക്കണം. നമുക്ക് സൗകര്യങ്ങൾ വേണ്ട, കാറുകൾ വേണ്ട, ആഡംബരങ്ങൾ വേണ്ട. എന്നിട്ട് ജീവിതം നിങ്ങളൊന്ന് മുന്നോട്ട് കൊണ്ടുപോകൂ. റസൂലുള്ളാഹിന്റെ ജീവിതം അത് തന്നെയായിരുന്നല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം അത് തന്നെയായിരുന്നല്ലോ. ജീവിതത്തിൽ ഒരുപാട് ത്യാഗങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സഹിച്ചു. ഒരുപാട് സമ്പത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ചിരുന്നു സഹാബാ കിറാം. റസൂലുള്ളാഹി അത് ഏറ്റെടുത്തില്ല. ഒരുപാട് ഒരുപാട് സൗന്ദര്യത്തിന്റെ പരിമളമായ ഒരുപാട് തോട്ടങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ആ തോട്ടങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ സമർപ്പിക്കാൻ സ്വഹാബാക്കൾ തയ്യാറായിരുന്നു. പക്ഷെ റസൂല് വാങ്ങിയില്ല, അല്ലാഹുവിന്റെ റസൂല് വാങ്ങിയില്ല. അവിടുന്ന് പറഞ്ഞതെന്താ? അല്ലാഹുമ്മ മിസ്കീന വഅമിത്നി മിസ്കീന വഅഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ. അല്ലാഹുമ്മ മിസ്കീന, അല്ലാഹുവേ എന്നെ മിസ്കീന്മാരെ കൂട്ടത്തിൽ എന്നെ നീ മിസ്കീനായി ജീവിപ്പിക്കണേ തമ്പുരാനെ. വഅമിത്നി മിസ്കീന, അല്ലാഹുവേ എന്നെ നീ മിസ്കീനായി മരിപ്പിക്കണേ. വഅഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ, അല്ലാഹുവേ എന്നെ നീ മിസ്കീന്മാരുടെ കൂട്ടത്തിൽ നീ കൂട്ടപ്പെടുത്തണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ മദീനയുടെ രാജകുമാരനായ, മദീനയിലെ മണവാളനായ സാദിഖേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉറക്കെ സാദിഖേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ അനുയായികൾ അവിടുത്തെ ജീവിതത്തിന്റെ പാരമ്പര്യമായി കടന്നു വന്ന ഈ കേരളക്കരയെ, ഈ ലോകത്തെ തന്നെ, ഈ കേരളക്കരയിൽ തന്നെ ഉദയം ചെയ്ത യമനിൽ നിന്ന് പായക്കപ്പലിൽ കയറുന്ന തങ്ങളെ പോലാത്ത, അതുപോലെ തന്നെ പണക്കാട് കുടുംബത്തിൽപ്പെട്ട അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരമ്പരയിൽപ്പെട്ട